ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി ടു ഹോം. നല്ല ഒരു 4 മണി പലഹാരം ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയൊക്കെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ 4 മണി പലഹാരം തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. നല്ലപോലെ തൊലിയൊക്കെ കറുത്ത പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതുപോലത്തെ പഴങ്ങളൊന്നും കളയണ്ട, ഇതുപോലെ നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 3 ചെറിയ പഴമായിരുന്നു എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോർക്കൊന്ന് ഉപയോഗിച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയിലിട്ട് അരച്ചൊന്നും എടുക്കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. ഒരു പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ട് കൊടുത്ത് കാഷ്യൂനട്ട് ഒന്നൊരു ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടുന്നതിനും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവം മതിയാവും. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാവേണ്ട, ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി. ഇതിനെ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി സൈഡിലേക്ക് വെക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട, ജസ്റ്റ് ആ വെള്ളമയൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി നമ്മൾ പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്ന ഒരു പരുവം. അടിക്ക് പിടിക്കാത്ത പാത്രം ഉപയോഗിക്കുക. ഇതുപോലെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കുക. പരന്ന തവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തടിയുടെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ തവി ഉപയോഗിച്ച് ഇളക്കിയെടുക്കുക. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഈ ഒരു പരുവം നമുക്കിതൊന്ന് വെള്ളമൊക്കെ പറ്റി ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ തിരുമ്മിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഇപ്പം ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴവും ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അതേ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്ററോളം വരും. പാൽ ആദ്യം നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യും ഷെയറും കമൻറ്റും ചെയ്യാൻ ആരും മടിക്കില്ല കേട്ടോ. പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വറുത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം റവ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കട്ടകളൊന്നും കൂടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ടയൊന്നും ഉണ്ടാവരുത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലൊന്ന് കുറുകി വരുന്ന പരുവം തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴവും കോക്കനട്ടും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് അല്പം ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ നേന്ത്രപ്പഴവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള റവയും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നല്ലതുപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടോട് ചേർത്ത് കൊടുക്കാം. കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്ത് വെക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പാക്കി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഒരു കയ്യിൽ അല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ചൂട് മാറിക്കഴിയുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആയി പോവും. നമുക്ക് ഒരു ഷേപ്പായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയൊരു ചൂടോടുകൂടി ഞാനിപ്പം ഒരു ലഡുവിൻ്റെ സൈസിൽ ബോൾ രൂപത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സൈസിൽ ആ ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിപ്പോൾ ആ ഉരുട്ടിയെടുത്ത് ആ ഒരു പരുവത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് കാണാനൊരു കളർഫുൾ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അല്പം നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു 3-4 പീസ് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുള്ള റവയുടെയും പഴത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ ഇങ്ങനെ ഉരുട്ടി കൊടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞ് പിടിക്കരുത്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കിയെടുക്കുക. നല്ല ടേസ്റ്റോടുകൂടിയ 4 മണിക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.